ഹായ് ബുദ്ധിമുട്ടിലേക്ക് വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഹൈക്കോടതിയിലെ കേസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് സെഷൻ കോടതിയിലാണ്. സെക്ഷൻ കോടതിയല്ല കേട്ടോ, സെഷൻ കോടതിയാണ്. സെഷൻ കോടതിയിൽ നമുക്ക് കമ്പനി തുറന്നു തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം മുതൽ ഇവരെ ഫ്രീസ് ചെയ്യണമെന്നുള്ള വിധി കിട്ടിയ സമയത്ത് ഇതാ ഹൈക്കോടതി നമ്മളോട് നിയമപരമാണ്, ഹൈറിച്ച് നിയമപരമാണ്, നമ്മളോട് തുറന്നോ എന്ന് പറഞ്ഞിട്ട് ഇവരെ പോയിട്ട് സെഷൻ കോടതിയിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ എന്തെങ്കിലും കള്ളാസ് വേണ്ടേ, അല്ലേ? ഒരു വെള്ളക്കള്ളാസെങ്കിലും വേണ്ടേ. അപ്പോൾ രേഖകളൊന്നുമില്ല. എന്ത് കാരണം പറഞ്ഞാണ് ഇത് തിരിച്ചു തരേണ്ടത്? എന്തായാലും ഇവരുടെ പല പേരിൽ പൈസ വാങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ നാട്ടിൽ തേച്ച് പാട്ടാണ്. കോടതിക്കും അറിയാം, വക്കീലന്മാർക്കും ഒക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു വക്കീലുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവർ ബോണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറയാണ് അതിൻ്റെ പേര് മാറ്റിയില്ലേ അവർ. അപ്പോൾ അവർ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലും പിന്നെ വക്കീലന്മാർക്ക് അറിയാം. ഹൈക്കോടതിയിലെ വക്കീൽ പറഞ്ഞാണ് അതിൻ്റെ പേര് അവർ മാറ്റി. അവർ പിന്നെ ഈ കേസ് വന്നേ പിന്നെ അവർ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്നാക്കി എന്ന് പറഞ്ഞു. ബോണ്ട് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആക്കി. എന്തായാലും ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ ഡാറ്റാബേസിൽ പിന്നെ ചേഞ്ച് വരുത്താനുള്ള അവകാശം ഇവർക്കുണ്ടല്ലോ. സെലക്ട് സ്റ്റാർ പിന്നെ എന്താണ് നമ്മുടെ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റേ വേണ്ടു. അപ്പോൾ അത്രയ്ക്കാണല്ലോ. അപ്പോൾ ഇത് ഇന്ന് അതിൻ്റെ തുറന്നു തരാനുള്ളതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സെഷൻ കോടതി ജഡ്ജി പറഞ്ഞാണ് ഇനി ഇത് നീട്ടിവെക്കാൻ പറ്റില്ല, ലാസ്റ്റ് ടൈമാണ്, ഇനി ഇത് നീട്ടിത്തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ഇന്നത്തെ ഇത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇന്ന് ഹൈക്കോടതിയിൽ എന്തോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ നമ്മൾക്ക് ഒരു മാറ്റിവെക്കലുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ തീരുമാനമാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മാറ്റിവെക്കും. എന്താണല്ലേ? അപ്പോൾ ഹൈക്കോടതിയിൽ ഇത് അറിയുന്നില്ലല്ലോ. ഹൈക്കോടതിയിൽ ഇത് മാറ്റിവെക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇവിടെ പറയും എന്താ നമ്മൾ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിയിട്ട് വരും, അതുകൊണ്ട് നിങ്ങൾ നാളത്തേക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചോ, നിങ്ങൾ തള്ളരുത്, ദയവ് ഇത് തള്ളരുത്, കേസ് തള്ളരുത്, നമ്മൾ ഇന്ന് ഹൈക്കോടതിയിൽ മറ്റേ വിധി മേടിച്ചിട്ട് വരും എന്ന് പറയും. അപ്പോൾ നാളെ ഇതിൻ്റെ കഥം ഓവർ ആകുന്ന എല്ലാ ലക്ഷണവുമാണ് കാണുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ സെഷൻ കോടതിയിൽ. ഇപ്പോൾ ബൈ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പിന്നെ പൂട്ടിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പിന്നെ പാർക്കിൽ മറ്റേ വിനോദസഞ്ചാരത്തിന് പോകുന്ന പോലെ ഒരുപാട് ആൾക്കാർ പോയിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് സെൽഫി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോലം നീ കാണണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.